ബാംഗ്ലൂരിൽ നിന്ന് രാവിലെ തന്നെ ബാഗും പാക്ക് ചെയ്ത് നമ്മളൊരു 1 ഡേ ട്രിപ്പ് പോവാണ് കേട്ടോ. ഹൊക്കനക്കൽ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. 1 ഡേ ട്രിപ്പിന് പോകുമ്പോൾ എന്തിനാ ഇത്രയും സാധനങ്ങളെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അത് മറ്റൊന്നുമല്ല, നമ്മൾ ഉച്ചയ്ക്കത്തുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മളൊരു ചേച്ചിയുടെ കടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് 2 പേർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വെറും 90 രൂപ മാത്രമേ നമുക്ക് ആയിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി. നമ്മുടെ അവിടെ നിന്ന് 130 കിലോമീറ്റർ മാത്രമാണ് കേട്ടോ ഹൊഗനക്കൽക്കുള്ള ദൂരം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹൊസൂർ ഫോറസ്റ്റ് ഡിവിഷനിലൂടെയാണ്. നമ്മൾ കുളിക്കാതെയാണ് രാവിലെ ഇറങ്ങിയിരിക്കുന്നത്. കാരണം ഹൊഗനക്കൽ പോയിട്ട് കുളിക്കാന്നുള്ള പ്ലാനാണ് കേട്ടോ. അങ്ങനെ പോണ വഴിക്ക് നമ്മൾ വീണ്ടും ഒരു ചായക്കടയിൽ നിർത്തി. രാവിലെ ചായ കുടിച്ച ചേച്ചിയുടെ കടയിൽ നിന്ന് നമുക്ക് ചായ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവന് ചായ നിർബന്ധമായതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ചായയും ഒരു കോഫിയും കുടിച്ചു. കാവേരി നോർത്ത് വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ വഴി കൂടെയാണ് നമ്മൾ കുറേ നേരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ നമ്മളിൽ നിന്ന് ഒരു 50 രൂപ എൻട്രി ഫീ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആകെ 50 രൂപയല്ലേ ഇത്രയും നേരമായിട്ട് ആയിട്ടുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹൊഗനക്കലിലേക്ക് കയറുന്ന വഴിക്ക് 100 രൂപ വീണ്ടും എൻട്രി പാസ്സായിട്ട് വാങ്ങിയത്. അതെന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായതേ ഇല്ല. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ ഒടുക്കത്തെ തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ വയ്യ, അത്രയും തിരക്കായിരുന്നു. കുളിക്കാന്നുള്ള പ്ലാനിൽ വന്ന ഞങ്ങൾ കുളി ഉപേക്ഷിച്ചു. 20 രൂപയ്ക്ക് ഒരു എൻട്രി പാസ് എടുത്ത് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിൽ കയറിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അവിടെ മാത്രമാണ് കുറച്ചൊരു തിരക്ക് കുറവുണ്ടായിരുന്നത്. ബാക്കി എല്ലായിടത്തും ഒടുക്കത്തെ തിരക്കായിരുന്നു. അതിനുശേഷം വരുന്ന വഴിക്ക് നമ്മളൊരു ഷുഗർ കെയിൻ ജ്യൂസ് കുടിച്ചു. 20 രൂപയായിരുന്നു ആ ഷുഗർ കെയിൻ ജ്യൂസിന്. അതിനുശേഷം നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് വരികയാണ്. അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു മനോഹരമായ കാഴ്ച എന്താണെന്ന് വെച്ചാൽ വഴിയരികിൽ 2 ഭാഗത്തായിട്ട് കുറേ ചേച്ചിമാരിരുന്ന് ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതും കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ പൈനാപ്പിൾ കഴിച്ചു. എങ്കിൽ പിന്നെ ഇവിടുത്തെ ഫിഷ് ഫ്രൈ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മളൊരു കടയിൽ നിർത്തി. ഫിഷിനൊന്നും അധികം റേറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു വലിയ ഫിഷിന് വെറും 60 രൂപയായിരുന്നു. അങ്ങനെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഫിഷാണ് അവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ ഫിഷ് അവിടെ നിന്ന് കഴിച്ചു. അതിനുശേഷം തൊട്ടപ്പുറത്തെ ചേച്ചി വേറെ എന്തോ ഒരു പത്തിരി പോലത്തെ സാധനം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ അതും ഒന്ന് ആവട്ടെ എന്ന് വിചാരിച്ചു 10 രൂപയ്ക്ക് ആ പത്തിരി വാങ്ങിക്കൊടുന്നു. പത്തിരി കഴിച്ചപ്പോഴാണ് മനസ്സിലായത് അത് ബോളിയാണെന്ന്. ഭയങ്കര മധുരമായിരുന്നു കേട്ടോ. ടേസ്റ്റ് വൈസ് അടിപൊളിയായിരുന്നു. ഫിഷ് ഫ്രൈ ആണെങ്കിലും സൂപ്പറായിരുന്നു. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫിഷ്, പക്ഷേ നല്ല മുള്ളുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അതിന് തൊട്ടടുത്ത് തന്നെ ഒരു സംഭവം കണ്ടു. ജങ്കാർ സർവീസ് ആണെന്ന് തോന്നുന്നു. കൊട്ടവഞ്ചി ജങ്കാർ സർവീസാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും ഒരു അതിശയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. അതിനുശേഷം നമ്മൾ വീട്ടിൽ നിന്ന് കൊടുന്ന ബിരിയാണി തിന്നാനായിട്ട് ഒരു സ്ഥലത്ത് നിർത്തി. നല്ല താമരപ്പാടമായിരുന്നു, അതിനടുത്താണ് നിർത്തിയത്. ആനയൊക്കെ ക്രോസ് ചെയ്യുന്ന ഏരിയ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഡിസ്പോസിബിൾ പ്ലേറ്റിൽ നമ്മുടെ ബിരിയാണി കഴിച്ചു. ബിരിയാണിയുടെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു. അവൻ ഉണ്ടാക്കിയതുകൊണ്ടാണെന്ന് പറയുന്നില്ല, അടിപൊളിയാണ് എൻ്റെ ഭർത്താവ് കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ. അങ്ങനെ നമ്മൾ തിരിച്ച് 6:30-ക്ക് വീട്ടിലെത്തി.